ഹലോ, വെൽക്കം ടു മൈ ചാനൽ ക്ലബ്ക. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് സത്യം പറഞ്ഞാൽ. എൻ്റെ പിറന്നാൾ ബർത്ത്ഡേ ഓൾറെഡി കഴിഞ്ഞു, April 22 ആയിരുന്നു. അന്ന് എനിക്കൊരു ക്യാമറ കിട്ടി, പിന്നെ ഒരു സാലഡ് കിട്ടി. എനിക്ക് അച്ഛൻ ഗിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ പിറന്നാളിന് എനിക്ക് ഈ ഗിഫ്റ്റും കിട്ടി. ഇതെൻ്റെ വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഒരു സന്തോഷം. അപ്പം എൻ്റെ ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനല്ല ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ, അമ്പലത്തിൽ പോകാനായിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാനായിട്ടാണ് എനിക്ക് വന്നത്. അത് ഓൾറെഡി ഞാൻ ഒരു വീഡിയോ എടുത്ത് ഈ പ്രൈമർ ഇട്ടപ്പോൾ തന്നെ അമ്മ ഇടയ്ക്ക് കയറി, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് പിന്നെ എടുക്കണം. എന്തായാലും ഞാൻ പ്രൈമർ ഇട്ടു കേട്ടോ. പ്രൈമർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് BB ക്രീം ഇടാം. BB ക്രീം ഇടാം നമുക്ക്. പോരെ ഇത്രയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ, എന്തേലും ആവട്ടെ. നമുക്കിപ്പോൾ BB ക്രീം ഇടാം. ഫ്രണ്ടിലും മിററുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എനിക്ക് അത് ഭയങ്കര ഓവറാവുമെന്നൊരു ഡൗട്ടുണ്ട്. ഓവറാവുകയാണെങ്കിൽ ഓവറാവട്ടെ, ബർത്ത്ഡേകളല്ലേ. ഒരു 2 മണം എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കഴുത്തിൽ ഞാൻ പ്രൈമർ ഇട്ടിട്ടില്ല. എനിക്ക് എൻ്റെ മണം ഒട്ടും ഇഷ്ടമായിട്ടില്ല. മണം പെരുന്ന് ബ്ലെൻഡൊക്കെ ആവുന്നുണ്ട്. ഞാൻ ഇട്ടത് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നണം. കുറച്ച് കൂടിപ്പോയി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എൻ്റെ കയ്യിൽ ബ്ലെൻഡർ ഉണ്ടായിരുന്നു. ബ്ലെൻഡർ യൂസ് ചെയ്താൽ മതിയായിരുന്നു. വെറുതെ കൈ നമ്മുടെ നോർമൽ പോലെ ഒന്നും ഇല്ല. നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ഇപ്പം തന്നെ ഫേസിലൊരു ഗ്ലോ വന്നു. പക്ഷെ ചെറുതായിട്ട് പുകയിടും ഒക്കെ. അതെനിക്ക് എന്തിട്ടാലും അങ്ങനെയാണെന്ന് തോന്നണു. എന്നുവെച്ചാൽ ഇപ്പോഴും ഫേസ് വാഷ് ചെയ്യുമ്പോഴായാലും എനിക്ക് എന്തോ മുഖം പുകയും. ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് എൻ്റെ. സീനൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ നമുക്ക് അടുത്തത് കോമ്പാക്ട് പൗഡർ. കോമ്പാക്ട് പൗഡർ ഇടാം. ഇത് നല്ല മണമുണ്ട്. ആദ്യമായിട്ട് ഇതിലൊരു മണമുള്ള സംഭവം കിട്ടിയതോ. ഡിഫറൻസ് ഉണ്ടോ? ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നല്ല രീതിക്ക് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ പരിപാടി അതും കഴിഞ്ഞു. ഇതേപോലെ ഒരാളിരിപ്പുണ്ട്. എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് ഞെട്ടിയിരിക്കുക. ഞാൻ തൊടാൻ പോകുമ്പോൾ അപ്പം തന്നെ തൊടാം. ഹണി 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 വഴക്ക ഹണി 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 നോക്കണ പോലുമില്ല. ഇതെന്തെല്ലാം അവിടെ. അപ്പം നമുക്ക് കോമ്പാക്ട് പൗഡർ ഇട്ട് കഴിഞ്ഞു. എന്തോ ചിലവർക്ക് സെറ്റിംഗ് സ്പ്രേ അങ്ങനെ പിടിക്കില്ല. ഞാൻ ആദ്യം തന്നെ സെറ്റിംഗ് സ്പ്രേ ട്രൈ ചെയ്ത് നോക്കി. എന്താവുന്നെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി നമുക്ക് ബ്ലഷ് അത് ബ്ലഷ്. പിന്നെ ലിപ്സ്റ്റിക്കിൽ എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ ഇത് തന്നെയാണോ ഇടുകയെന്ന് എനിക്കറിയില്ല. ബിക്കോസ്
ഈ കളർ എനിക്ക് മെച്ചമെന്ന് തോന്നണില്ല. ചോക്ലേറ്റിൻ്റെ മണം തിന്നാൻ തോന്നണം. അപ്പം നമുക്ക് അടുത്തത് ബ്ലഷ് ഇടാം. കളർ കൊള്ളാം, കളർ അല്ലെങ്കിൽ ഇതായിരിക്കുമല്ലോ. ഇച്ചിരി ഇടുന്നുള്ളൂ ബ്ലഷ്. ഇച്ചിരി ഇടുന്നു. നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ഓവറായോ ഇതല്ലേ, ആരോ മുഖത്ത് അടിച്ച പോലെ ഉണ്ട്. ഞാനെനിക്ക് ബ്ലഷിൽ ഇങ്ങനാണെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡ് ആവാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ബ്ലഷ് ഇട്ടു. അപ്പോൾ ഞാൻ ബ്ലഷ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് മസ്കാര ഇടാം. മസ്കാര ഹണി ബെഡുമ്മലോട്ട് കയറി. പിന്നെ ഇപ്പം മസ്കാര ഇടാം. അല്ല, മസ്കാര ഒരു ഡൗട്ട്. ഞാൻ ആദ്യം എനിക്ക് ഐലൈനർ എഴുതണത് ഇതിലില്ലാത്ത സംഭവം. അപ്പോൾ ഐലൈനർ എഴുതാം. ഇപ്പത്തേത് ഐലൈനർ എഴുതിയിട്ടുണ്ട്. നമുക്ക് കാജലിടാം. കാജൽ ഞാൻ അങ്ങനെ ഇടാറില്ല, എന്നാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. രസമുണ്ടെന്ന് തോന്നണം. അപ്പോൾ അത് ഞാൻ ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം മസ്കാര ഇട്ട് ഇനിയിപ്പോൾ എനിക്ക് കോൾ വന്നതാണ് വിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ മസ്കാര ഇട്ടു. ഇനി നമുക്ക് മസ്കാര കാജലിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മസ്കാര ഇടാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മസ്കാര. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലിപ്സ്റ്റിക്കും കൂടി ഉണ്ട്. അപ്പോൾ കട്ട വന്നതാണ് പ്രശ്നം. അതെന്തേലാവട്ടെ. ഓക്കെ മസ്കാര ഇട്ടു. ഈ ലിപ്സ്റ്റിക്ക് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് മാച്ച് ആവുമെന്ന് അറിയില്ല. നല്ല മാറ്റ് ഫിനിഷ് ഉണ്ട്.
നോക്കാം. മാച്ചാന്നൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെറ്റിംഗ് സ്പ്രേ. സെറ്റിംഗ് സ്പ്രേ എനിക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് പറ്റില്ല അങ്ങനെ. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട്. ഭയങ്കരമായിട്ട് ഓവറായി. എല്ലാം അലമ്പായി. പുകയാണ്. പോയി, എല്ലാം പോയി, എല്ലാം പോയി. ഈ മസ്കാര എനിക്ക് ഇഷ്ടാവുന്നില്ല. അതൊക്കെ സെറ്റായി. ചെറുതായിട്ടൊരു പുകച്ചിലുണ്ട്. അല്ലാണ്ട് വേറെ സീനൊന്നുമില്ല എനിക്ക്. അപ്പോൾ എല്ലാം ഫിനിഷിങ് എന്ന് വിചാരിക്കാം. അതെ, ഇനി കോസ്റ്റ്യൂമൊക്കെ ഇടാനുണ്ട്. പിന്നെ കോസ്റ്റ്യൂമൊക്കെ ഇടാനുണ്ട്. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി. ഈ മസ്കാര എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെനിക്കിത് ഇടാനറിയാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല. അപ്പം മേക്കപ്പ് ഫുള്ളി കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതെടുത്ത് വെക്കാം. ഇതെടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് റെഡിയാവും. മുടി ചെയ്യാം. ഹണി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഹണി എൻ്റെ പാവാടയിലോട്ടാണ് നോക്കണേ. അപ്പോൾ നമുക്ക് മുടി ചെയ്യാം. എൻ്റെ ഹെയർ ഡ്രയർ അമ്മ വീട്ടിലാണ്. അതുകൊണ്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്യാണ്ട് റെഡിയാവേണ്ടി. ഞാൻ ഹെയർ കെട്ടണില്ല, എന്തായാലും കെട്ടണ്ട. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഡ്രിപ്സ് സോറി. അപ്പോൾ അതൊക്കെ ഫിനിഷായി. ഓവറായി എന്നൊരു സംശയം. വീഡിയോയിൽ അത്ര കാണുന്നില്ല. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. കോസ്റ്റ്യൂമൊക്കെ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ബൈ.